കണ്ണൂർ കന്റോൺമെന്റ് ഏരിയയിൽ 3 പതിറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിയണമെന്ന പട്ടാളത്തിന്റെ നിർദ്ദേശം ഏറെ വിവാദമായിരിക്കുകയാണ്. ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരും കടയുടമകളും തമ്മിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ ASI അടക്കം 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും അടക്കം പലരും പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും പരിഹാരമായില്ല. ഈ വിഷയമാണ് ഇന്ന് കവല ചർച്ച ചെയ്യുന്നത്. കവലയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് ഏരിയയാണ് കണ്ണൂർ കന്റോൺമെൻറ്റ്. 4798 ഇവിടുത്തെ ആകെ ജനസംഖ്യ. ഇതിൽ 1760 പേർ മാത്രമാണ് പൊതുജനങ്ങളായുള്ളത്. ബാക്കി പട്ടാളക്കാരാണ്. 6 ഇലക്ടഡ് അംഗങ്ങളും 6 നോമിനേറ്റഡ് അംഗങ്ങളുമുള്ള ഒരു ബോർഡാണ് ഇതിൻ്റെ ഭരണ ചുമതലയിലുള്ളത്. പൊതുജനങ്ങളും പട്ടാളവും തമ്മിൽ ഇവിടെ വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവായിരിക്കുകയാണ്. പൊതുജനങ്ങൾ സഞ്ചരിച്ചിരുന്ന വഴി കെട്ടിയടച്ചതിൻ്റെ പേരിലായിരുന്നു ആദ്യം പ്രശ്നമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 35 വർഷമായി ഇവിടെ കച്ചവടം ചെയ്യുന്ന 36 കച്ചവടക്കാരോട് ഒഴിഞ്ഞു പോകാൻ പട്ടാളം ആവശ്യപ്പെട്ടതാണ് പുതിയ പ്രശ്നം. ഈ വിഷയമാണ് ഇന്ന് കവല ചർച്ച ചെയ്യുന്നത്. ഏറെക്കാലമായി ഇവിടെ ഈ കന്റോൺമെൻറ്റ് ഏരിയയിൽ പട്ടാളവും പൊതുജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പുതിയ സംഭവ വികാസങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത്. പട്ടാളം കഴിഞ്ഞ 10-35 വർഷക്കാലമായി ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? എന്തൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ? 1988 മുമ്പ് തന്നെ പെട്ടിക്കടകളിൽ കച്ചവടം ചെയ്ത കച്ചവടക്കാരായിരുന്നു ഇതിൽ ഭൂരിപക്ഷം ആളുകളും. ആ കച്ചവടക്കാരിൽ നിന്നും 15,000 രൂപ വാങ്ങിക്കൊണ്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ പണിതിട്ടുള്ളത്. ആ പണിതുക മാത്രമല്ല, അന്ന് കച്ചവടം ചെയ്ത കച്ചവടക്കാർക്ക് തന്നെ കച്ചവടം ചെയ്യാനുള്ള അവസരങ്ങളും ഒരുക്കി കൊടുത്തു. എന്നാൽ ആ 15,000 രൂപയിൽ നിന്ന് വാങ്ങി കച്ചവടക്കാർ 30 വർഷത്തിൽ മേലെയായി ഇവിടെ കച്ചവടം ചെയ്തു വരുന്നു. ഇതുവരെയും ഓപ്ഷൻ അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ആരും കൈക്കൊണ്ടിട്ടില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ 2017 ഒഴിയണമെന്നുള്ള നോട്ടീസ് ലഭിക്കുകയാണുണ്ടായത്. അപ്പോഴാണ് കോടതിയെ സമീപിക്കുകയും 2018 വരെ കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ ആ കാലാവധി വരെ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനുള്ള അവസരം ഒരുക്കണമെന്നും അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം എന്ന ഇടക്കാല ഉത്തരവ് കോടതി കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ പിന്നീട് വേറെ ബോർഡ് യോഗം ചേരുകയും ആ ബോർഡ് യോഗത്തിൽ വെച്ചുകൊണ്ട് 4-ൽ 2 അംഗങ്ങൾ 4 ആളുകൾ കച്ചവടക്കാർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും 2 ആളുകൾ മാത്രം എതിർത്ത് വോട്ട് ചെയ്യുകയും ഭൂരിപക്ഷ അഭിപ്രായത്തോടുകൂടി ഓപ്ഷൻ തള്ളുകയും ഉണ്ടായി. ഓപ്ഷൻ നടത്താൻ പാടില്ല എന്നും കച്ചവടക്കാർക്ക് കൊടുക്കണമെന്നുമാണ് ബോർഡ് അംഗങ്ങളുടെയും ഭൂരിപക്ഷ തീരുമാനം. അതൊന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നിട്ട് ഈ ബോർഡ് അംഗങ്ങൾ എടുത്ത ഈ തീരുമാനത്തിനെതിരെ ഈ ഓപ്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾക്ക് കണ്ടീഷൻ വെക്കേണ്ടത് എന്നാണ് അജണ്ട. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിലൊരു ഭൂരിപക്ഷം എന്ന നിലയിൽ 5 കക്ഷികൾ നിൽക്കെ തന്നെ ഈ കാണലിലൊരു വോട്ടോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി ലേലം വിളിക്കുവാനും ഇത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള ആവശ്യത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥർ നിലകൊണ്ടിട്ടുള്ളത്. എത്ര കച്ചവടക്കാരുണ്ട് ഈ പ്രദേശത്ത്? എന്താണ് അവർ ഇതിനെ കൊണ്ടാണോ ജീവിക്കുന്നത്? അവരുടെ ഒരു നിത്യവൃത്തിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കായിരിക്കുമോ ഈ കാര്യങ്ങൾ പോകുന്നത്? ഇവിടെ ഏകദേശം 10-36 കച്ചവടക്കാർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അവരുള്ള തൊഴിലാളികൾ 250 കുടുംബങ്ങൾ അതിൻ്റെ കൂടെ വരും. പിന്നെ മറ്റുള്ള ഒരുപാട് പല ഒരുപാട് പ്രായമുള്ളവരും അതിന് ഇടപ്രായമുള്ളവരും ഒക്കെയുണ്ട്. അവരുടെ കുടുംബങ്ങൾ, വലിയ കുടുംബം, ചെറിയ കുടുംബമുണ്ട്. അവരുടെ കുട്ടികളെല്ലാം ചെറിയ ചെറിയ കുട്ടികളും മറ്റുള്ളവരും ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ലോണ്, ബാങ്ക് ലോണ്, മറ്റുള്ള കാര്യങ്ങളും സ്കൂൾ കോളേജ് അങ്ങനത്തെ പല ആവശ്യങ്ങൾക്കും കൊണ്ട് പലരും ഈ ഒരു ചെറിയ കടകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ എത്ര ദിവസമായി ഈ കട ഇങ്ങനെ അടച്ചിടുന്നു? എന്തായിരുന്നു നിങ്ങളുടെ സമരമാർഗ്ഗങ്ങൾ, സമര രീതികൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം 3ാമത്തെ ദിവസമാണ്. ചെയ്യുന്ന മാർഗ്ഗങ്ങൾ നമ്മളെ ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ നമ്മളെ CEO പറയുന്നത് എന്തായാലും നമ്മൾ എന്ത് ബലം പ്രയോഗിച്ചിട്ട് നമ്മളെ പീടികയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അങ്ങനെയാണ് ഇപ്പോൾ ജനപ്രതിനിധികളെല്ലാം ഇന്നലെ CEOനെ കാണാൻ പോയി. നമ്മളെല്ലാ രാഷ്ട്രീയക്കാരും അതുകൊണ്ട് CEO സംസാരിച്ചിട്ട് ഇന്നലെ ലാസ്റ്റ് പറഞ്ഞ് നമുക്ക് ഇന്ന് അർജൻറ്റ് മീറ്റിംഗ് വെക്കാം എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനിക്കാം. പിന്നെ അത് പറഞ്ഞ് എല്ലാവരോടും പുറത്തിറങ്ങിയ പാടെയാണ് ഇദ്ദേഹം തന്നെ പിന്നെ ഒരു മെമ്പർ വിളിച്ച് പറഞ്ഞ് ഇല്ല, മീറ്റിംഗ് ഒന്നുമില്ല, നാളെ എന്ത് ബലം പ്രയോഗിച്ചും നമ്മൾ ഇവരെ ഇറക്കുന്നു. ജില്ലാശുപത്രി ആശ്രയിക്കുന്ന ആളുകളുടെ അവർക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്ന ഇവിടുത്തെ ഈ പീടികകളാണ്, ഈ കടകൾ മാത്രമാണ്. ഇത് പൂട്ടി പോകുമ്പോൾ അത് അവരെയും ബാധിക്കില്ല? തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം 2-3 ദിവസം നമ്മളിപ്പോൾ 3 ദിവസം അടച്ചിട്ട് നമ്മളത് കാണുന്നതാണ്.
ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റില്ല, പല ഓഫീസ് ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റില്ല, മെഡിസിൻ മേടിക്കാൻ പറ്റില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. ഇനി തുടർന്ന് പോകുവാണെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ടും. കടയടക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. ഞങ്ങളുടെ ഉദ്ദേശം ജീവിക്കലാണ്. അയാൾക്ക് ഞങ്ങൾ ഒഴിപ്പിക്കലും. അയാൾക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, ഞങ്ങൾ ഒഴിപ്പിക്കുമെന്ന് മാത്രമേ അതങ്ങനെ ഉദ്ദേശമുള്ളൂ. നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ കടകളുടെ പ്രശ്നം മാത്രമല്ല, ഇതിനു മുമ്പ് ജനങ്ങൾ പൊതുജനം സഞ്ചരിച്ചിരുന്ന വഴി തടയുന്ന അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ അവരുടെ സ്ഥലങ്ങൾ അത് ഏരിയ തിരിച്ചിട്ട് അവരത് കൈയടക്കുകയും അതിന് മുന്നേ അത് സ്ഥലങ്ങളിൽ കൂടെ ആൾക്കാർ വഴി നടക്കുന്ന ഒരു സ്ഥലമാണത്. അത് പൊതുവഴി എന്ന രീതിയിൽ അതിനെ ഒരു തർക്കമുണ്ടാകുകയും അത് അവരടക്കുകയും അതിൽ നിന്ന് ചെറിയ വഴികൾ, അതായത് വലിയ വാഹനങ്ങൾ അത് നടവഴി മാത്രമാക്കി അവരതിനെ ചുരുക്കുകയും ചെയ്തു. അതിൻ്റെ മേലെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതിൻ്റെ മേലെയുള്ള പുതിയ നടപടി അതിന് കളക്ടർക്കും ഡിഫൻസ് മിനിസ്റ്റർക്കും ഇവിടെയുള്ള പല തർക്കങ്ങൾ വന്നേരം അവർ അതിന് കൊടുക്കുകയും അത് കളക്ടറും ഡിഫൻസ് മിനിസ്റ്ററൊക്കെ അതിന് ഇടപെടുകയും അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയാണ് പട്ടാളത്തിൻ്റെ ചുമതല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഏറ്റുമുട്ടലല്ല, സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പട്ടാളം തയ്യാറാവേണ്ടത്.